കെറ്റാമലോൺ കാർട്ടൽ ലഹരി ഇടപാട് കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. എഡിസൺ ബാബു, അരുൺ തോമസ് എന്നിവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. എഡിസന്റെ കൂട്ടാളികൾ, ലഹരി ഇടപാടുകാർ എന്നിവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് NCB. കെറ്റാമലോൺ കാർട്ടൽ ലഹരി ഇടപാട് കേസിൽ ലഭിച്ച പണം സംബന്ധിച്ചും NCB അന്വേഷണം ആരംഭിച്ചിരുന്നു. ലഹരി ഇടപാടിലൂടെ മുഖ്യപ്രതി എഡിസൺ ബാബു സമ്പാദിച്ചത് 10 കോടി രൂപയാണെന്ന് NCB കണ്ടെത്തിയെങ്കിലും ഇത് ആരുടെയെല്ലാം കൈകളിലേക്ക് എത്തിയെന്ന് കണ്ടെത്തണം. അറസ്റ്റിലായ എഡിസൺ ബാബുവും അരുൺ തോമസ്, KV ഡിയോൾ എന്നിവരും സഹപാഠികളായിരുന്നു. ലഹരി ഇടപാടുകളിൽ പരസ്പരമുള്ള പങ്കാളിത്തങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലായിരുന്നു പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരെ NCB പിടികൂടിയത്. കെറ്റാമലോൺ ഡാർക്ക് നൈറ്റുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ വിദേശികളടക്കമുള്ള കണ്ണികളുണ്ടെന്നും എഡിസന്റെ അറസ്റ്റിന് പിന്നാലെ പല സംഘങ്ങളും പിൻവലിഞ്ഞിരിക്കുകയാണെന്നുമാണ് NCB കരുതുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പലതും കൈമാറാൻ എഡിസൺ ബാബുവും അരുൺ തോമസും തയ്യാറായിട്ടില്ല. ജനം, കൊച്ചി.